നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈയിടെ ഞങ്ങൾ റിസോർട്ടിൽ പോയി. നീലാദേശരി അഗ്രോ റിസോർട്ട്. ആക്ച്വലി അതൊരു റിസോർട്ട് മാത്രമല്ല, ഒരു റെസ്റ്റോറൻറ്റ് കൂടി അവർ ഇതിൽ സൈഡിലൂടെ നടത്തുന്നുണ്ട്. ഒരു ബൊഫെ സിസ്റ്റമായിട്ട് ഇത്ര അൺലിമിറ്റഡ് ഫുഡ് അങ്ങനെ കൊടുക്കാൻ വേണ്ടി അവർ ഒരു റെസ്റ്റോറൻറ്റും കൂടെ നടത്തുന്നുണ്ട്. റിസോർട്ട് നോക്കുകയാണെങ്കിൽ ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ കുറേ കവുങ്ങുകളും പിന്നെ കുറേ സ്റ്റാച്യൂസൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് ഒരു പാത്തൊക്കെ ഉണ്ടാക്കി അത് മനോഹരമായിട്ടുണ്ട്. ഫോട്ടോ സെക്ഷൻ, കുറേ കവുങ്ങുകൾ, അങ്ങനെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് അഡ്വഞ്ചർ ഗെയിംസോ അങ്ങനെ ഉള്ള ഒരു ഗെയിംസൊന്നും അത്ര മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട്, അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്കൈ സൈക്ലിങ്ങും അതെല്ലാം ആരും സക്സസ് ആയിട്ട് ചെയ്തിട്ടില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടയർ പുറത്തേക്ക് പോവുകയും അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നീട് ഈ റോപ്പിലൂടെ നടക്കുന്നതെല്ലാം പൊട്ടി വീഴുകയുണ്ടായി. അതായത് അവർ ആ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു അത്ര അഡ്വഞ്ചറസ് ഗെയിമായിട്ട് തോന്നിയില്ല. പിന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ബോട്ടിങ്ങിലെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കരമായ ശോകമായ ബുദ്ധിമുട്ടുള്ള വെള്ളമായിരുന്നു. കാരണം കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ അവർ ആ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ബോട്ടിംഗ് സിസ്റ്റം അവർ സ്റ്റോപ്പ് ചെയ്യുക. അല്ല, വേസ്റ്റായി വരുന്ന വെള്ളമെല്ലാം സംഭരിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ബോട്ടിംഗ്. അതൊരു പുഴ പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അവിടെയായിരുന്നു ബോട്ടിംഗ്. വളരെ മോശമായ വെള്ളമായിരുന്നു. എങ്ങാനും നമ്മുടെ മേത്ത് ടച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ എങ്ങാനും ടച്ച് ചെയ്താൽ 100% ഷുവറായിട്ട് നമുക്ക് അസുഖം വരും. അത് വേസ്റ്റ് വാട്ടറാണത്. കുട്ടികൾക്കുള്ള ബോട്ടിംഗ് ഉണ്ട്, അതും അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം അവർക്ക് ആ വെള്ളം കളഞ്ഞ് നല്ല വെള്ളം ഇട്ട് ആ ഒരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതും വളരെ മോശമായ ഒരു വെള്ളമായിരുന്നു. അങ്ങനെ എല്ലാവരും ചില ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. പക്ഷെ ഫോട്ടോ സെക്ഷനായിട്ട് നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. പിന്നെ റെയിൻ ഡാൻസ് ഒന്നും ഒരു DJ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടോ കുറേ വെള്ളം ഇങ്ങനെ വീഴുന്നു എന്ന് മാത്രം. പ്രോപ്പറായിട്ട് അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോവാം, ഫുഡ് കഴിക്കാൻ വരാം, അല്ലാണ്ട് റിസോർട്ട് എന്നുള്ളൊരു സിസ്റ്റം ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇതാണ് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ്, പോയി കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ്. പ്രോപ്പർ മെയിൻറ്റെയിൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇനി അവർ മെയിൻറ്റെയിൻ ചെയ്ത് അത് നന്നാക്കുകയാണെങ്കിൽ നല്ലത്. അവർ നന്നാക്കട്ടെ.